പ്രിയമുള്ളവരെ, ഞാൻ എന്നെ നെല്ലിക്കുന്ന് കാസർഗോഡ് MLA. ഈ മാസം 7-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നമ്മെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ദിനങ്ങളാണ്. ആരോഗ്യ വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ആഭിമുഖ്യത്തിൽ ഈ ദിവസങ്ങളിലാണ് ലെപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ നടക്കുന്നത്. ജനങ്ങൾ എല്ലാവരും ഈ ക്യാമ്പയിന് വളരെയധികം ഉപയോഗപ്പെടുത്തേണ്ട അനിവാര്യതയെക്കുറിച്ച് നമ്മളെല്ലാവരും ജനങ്ങളെ ബോധവാന്മാരാക്കണം. ഇപ്പോൾ ലെപ്രസി, അതായത് കുഷ്ഠരോഗം, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും മനസ്സുകളിലും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഭയപ്പാടുണ്ടാക്കിയതാണ്. ഇടയ്ക്ക് ജനങ്ങൾ ആ ഭയപ്പാടും അതുപോലെ തന്നെ അതിൽ ആ ജാഗ്രതയൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ 32ഓളം കേസുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ആ കാസർഗോഡ് ജില്ലയിലെ 32 കേസുകളിൽ പകുതി കേസുകൾ, അതായത് 16 കേസുകൾ എൻ്റെ മണ്ഡലത്തിലാണ്. അപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളെ ഈ കാര്യത്തിൽ വളരെയധികം ബോധവാന്മാരാക്കേണ്ടത് MLA എന്ന നിലയിൽ എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളോട്, ജില്ലയിലെ മുഴുവൻ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സർക്കാരിൻ്റെ ഈ ക്യാമ്പയിന് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. ഈ കുഷ്ഠരോഗം എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ഈ കുഷ്ഠരോഗം പിടിപ്പെട്ട രോഗികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ധാരണ അവരുടെ കൈ ഒന്ന് പിടിച്ചാൽ, അവരൊന്ന് ഹഗ് ചെയ്താൽ ഈ രോഗം പടരുമെന്നാണ്. അതുകൊണ്ട് ഈ രോഗം പടരുകയില്ല. ഈ രോഗം വായുവിലൂടെ നമ്മൾ തുമ്മുമ്പോൾ, നമുക്ക് ചുമ വരുമ്പോൾ, അതൊക്കെ വായിലൂടെയാണ് ഈ ലെപ്രസി മറ്റുള്ള ആളുകളിലേക്ക് പകരുന്നത്. ഇതേക്കുറിച്ചൊക്കെ ഒരു ശരിയായ വ്യക്തമായ ധാരണയും ബോധവും നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് സർക്കാർ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ഞാൻ MLA എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ക്യാമ്പയിനുമായി ഞാൻ സഹകരിച്ചു. എനിക്കും എൻ്റെ വീട്ടിലുള്ള ആളുകൾക്കും ഈ ലെപ്രസിയുടെ ലക്ഷണം ഇല്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിങ്ങളും ഉറപ്പുവരുത്തണമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്.